ഹലോ. അപ്പോൾ നമ്മളിന്ന് വാഴയുടെ ഇതൊക്കെ നോക്കാൻ വേണ്ടി വന്നേക്കുവാണ്. വാഴയൊക്കെ വളരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാം ഒരേ അളവ് തന്നെയാണ് വളരുന്നത്. അപ്പോൾ അതിനിടയിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പയർ നടുന്ന വീഡിയോ ഇട്ടിട്ടില്ലേ? അപ്പോൾ പയറൊക്കെ കിളുത്ത് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്ത തോട്ടത്തിലേക്ക് പോയി. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പണിയില്ലാത്ത സമയത്ത് ഒരു മാർച്ച് മാസം നട്ട വാഴയാണ്. അപ്പം അന്ന് നടുന്ന സമയത്ത് ഈ പയർ നട്ട പോലെ ഇടവിളയായിട്ട് നമ്മൾ വെള്ളരി, ചീര, പയർ, മത്തൻ, കുമ്പളം, പീച്ചിലി, പടവലം, പയർ, കപ്പ, അപ്പം അങ്ങനെയുള്ള എല്ലാ സാധനവും നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ വിഷു അടുപ്പിച്ച് നമ്മളെല്ലാം പറിച്ച് സെയിൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമില്ല. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഈ വാഴത്തോട്ടത്തിൽ ആദ്യം ഉണ്ടായതാണ്. അപ്പം എല്ലാം പറിച്ചു കഴിഞ്ഞ് വാഴയും കപ്പയും ചേമ്പും മാത്രമായി ഇതിൽ ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്ന ഇതിൻ്റെ ഈ പഴുത്ത വാഴയിലയും അതൊക്കെ മുറിച്ച് കളയാനും വളമിടാനൊക്കെയാണ്. വന്നതെല്ലാം വെച്ച് ഒരു രണ്ടിയോട് കപ്പയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പണി തുടങ്ങി. അത് നമ്മൾ ഈ വാഴയുടെ കൈയൊക്കെ ഇങ്ങനെ മുറിച്ച് കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി വെക്കുക. അപ്പം 150 കുഴിയിലായിട്ട് നമ്മൾ 200 വാഴയാണ് വെച്ചിട്ടുള്ളത്. സ്ഥലത്തിൻ്റെ ഗ്യാപ്പും അത് ഇതൊക്കെ നോക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വാഴയുടെ ചുവട്ടിലൊക്കെ വന്ന കന്നൊക്കെ നമ്മൾ ഒടിച്ച് കളയുന്നുണ്ട്. ഇപ്പം തൽക്കാലം ഇങ്ങനെ ഒടിച്ച് കളഞ്ഞാൽ പിന്നെ ചെത്തി മൂടുന്ന സമയത്ത് ബാക്കിയും കളഞ്ഞാൽ മതിയല്ലോ എന്നുള്ള കണ്ടീഷന് നമ്മൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാഴയൊക്കെ ഏകദേശം ഒരേ സൈസ് തന്നെ വണ്ണം വെച്ച് വലുതായിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ കൊലക്ക് വണ്ണം കിട്ടാൻ വേണ്ടിയിട്ടും നല്ല കൊല കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ വളമിടുന്ന ഒരാൾ കുഴിയെടുത്ത് പോവുക. അപ്പോൾ പുറകിൽ നമ്മളിങ്ങനെ വളമിട്ട് മൂടി അതിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് പോവുകയാണ്. സമയത്തിൻ്റെ പരിമിതിയുള്ളതുകൊണ്ട് പിന്നെ ചെറിയൊരു കുഴിയെടുത്ത് അതിൽ വളമിട്ട് മൂടുകയെന്ന്. ഇനിയിപ്പോൾ അത് ചെത്തി മൂടണം. അത് പിന്നെ ഒരു ദിവസം ഗ്യാപ്പിലൊക്കെ ചെയ്യാന്നുള്ള കണ്ടീഷന്. അപ്പോൾ ഇത് തൽക്കാലം നമ്മൾ വളമൊക്കെ ഇട്ട് അത് ചെറുങ്ങനെ ഒന്ന് നനച്ചും കൊടുത്തിട്ട് നമ്മളിന്ന് നിർത്തുവാണ്.